പാറിമായം. എന്ത് ചൂടാടാ വേഗം ഇവിടെ. അതിപ്പോ ഈ 2 മാസം കഴിയുമ്പോ മഞ്ഞാവൂടെ, അപ്പൊ നല്ല തണുപ്പാണ്. പിന്നെ നീ ഗൾഫിൽ നിന്ന് വന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ് സ്പ്രേ തരാ, ഫുള്ള് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? എനിക്കൊന്നും കിട്ടിയില്ല. നീ കരയണ്ട, ഞാൻ തരാം, നിനക്ക് തരാം. ഓ, നിനക്കൊരു ഊത് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ ഊത്ത് തുടങ്ങിയിട്ട് കാലം കുറേ. അതെ, എനിക്കൊന്ന് 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ബാങ്കിലൊന്ന് കയറണം, പിന്നെ ഒരു മൊബൈൽ കണക്ഷൻ എടുക്കണം. ഇതൊന്ന് ബാങ്കിൽ കയറിട്ട് വന്നാലോ? വേണ്ട, ആദ്യം നമുക്ക് മൊബൈലിന്റെ സിം എടുക്കാം. നമ്മുടെ ഉണ്ണിയില്ലേ, ഉണ്ണി. ഏതുണ്ണി? നമ്മുടെ വേലാഞ്ചേരന്റെ മോൻ. ബാർബർ വേലാട്ടൻ. വേലാട്ടന്റെ മോൻ. ഉണ്ണിക്കാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ മൊബൈൽ കട. ഉണ്ണി നമസ്കാരം. എടാ, ഇത് എന്റെ സുഹൃത്ത് മന്മഥൻ. മന്മഥേട്ടൻ ഞാൻ ഇത്രയിലേ കണ്ടിട്ടുണ്ട് വള്ളി വെച്ചിട്ട് കാണുന്ന സമയം. അച്ഛന് ഞാനുമായിട്ടായിരുന്നേ കൂട്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും മുടി വെട്ടുന്ന അച്ഛനല്ലേ. അമ്മ പറയലുണ്ട് കുറച്ച് വൃത്തിയായിട്ട കമ്പനി അന്നേരം ഉണ്ടായിന്ന്. അല്ല, എന്നിട്ട് ഇപ്പൊ അച്ഛൻ എവിടെ? അച്ഛൻ പോയില്ലേ? പോയി അല്ലേ? ആരുടെ കൂടെ? അച്ഛൻ നമ്മളെ ഭൂമിന്നേ പോയി. നല്ല മനുഷ്യനായിരുന്നു. അതെ. മന്മഥനും വൈഫും 5-10 കൊല്ലമായിട്ട് ഗൾഫിലാണ്. ഇപ്പൊ ഇനി ഇവിടെ 1-2 മാസമൊക്കെ ഇവിടെ ഉണ്ട്. പുള്ളിക്ക് ഇവിടെ ഉപയോഗിക്കാൻ നമുക്കൊരു ഫാൻസി നമ്പർ കൊടുക്കുന്ന ഒരു സിം വേണം. ഫാൻസി നമ്പർ നല്ലുണ്ട്. ഏത് നമുക്ക് കിട്ടും? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുമോ? 1, 2, 3, 4, 5, 6, 8, 9, 10 അങ്ങനെ കിട്ടുമെങ്കിൽ? കിട്ടും കിട്ടും. ചെറിയ വ്യത്യാസം വരും. 1 കഴിഞ്ഞിട്ട് 4 ആയിരിക്കും, 6 കഴിഞ്ഞിട്ട് 8 ആയിരിക്കും. അങ്ങനെ ചെറിയ വ്യത്യാസം വരും. പക്ഷെ 1 മുതൽ 9 വരെ 10 വരെ കിട്ടും. എല്ലാ നമ്പറും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും എടുക്ക്, നല്ല നമ്പർ എടുക്ക്. സിം എടുത്ത്. അതെന്താണ് ഇവിടെ ഉണ്ണി, നിനക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ട്? ആരെങ്കിലും ഗിഫ്റ്റ് തരണ ഗൾഫിൽ നിന്ന് സാധനങ്ങളൊക്കെ അടുക്കി ഇവിടെ അത് കച്ചവടത്തിൽ വെച്ചതല്ലേ. ഈ നമ്പർ നോക്കിയാ എന്റെ ഗൾഫിലെ വണ്ടിയുടെ നമ്പറാണ് ലാസ്റ്റ്. ഒരു കാര്യം, ഐ ഡി പ്രൂഫ് ഉണ്ടാ. ഇനി എന്താ ഐ ഡി? എന്റെ ഐ ഡി അല്ലേ നിക്കണേ? അതല്ല, മറ്റേ ഇലക്ഷന് കിട്ടിയിട്ടില്ലേ വോട്ടർ ഐ ഡി. അത് കാര്യം ആധാർ കാർഡ് വേണം. ആധാർ എന്ന് പറഞ്ഞാൽ എന്റെ ഇല്ലത്. ഉണ്ണി, മന്മഥൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആധാർ എടുത്തിട്ട് നിനക്ക് കൊണ്ടുവന്ന് തന്നാ പോരെ? അപ്പൊ ഞാൻ എടുത്തപ്പോ നീ ആധാർ ഒന്നും ചോദിച്ചില്ല. അത് അന്ന് എടുത്തല്ല, അതിനുശേഷം 2ാമത് ലിങ്ക് ചെയ്തോ? ഇപ്പൊ ലിങ്ക് ചെയ്തല്ലോ. അന്നേരം ആ നിയമ പ്രശ്നമില്ല. ഇപ്പൊ നിയമം എന്ന് വെച്ചാല് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല, ആക്ടിവേഷൻ ചെയ്യണ്ടേ? അതാ ഞാൻ പറയണ, മന്മഥന് ആധാർ കാർഡ് കിട്ടുമ്പോ ഞാൻ ലിങ്ക് ചെയ്യാം, നീ ഇപ്പൊ ഇതങ്ങനെ കൊടുക്ക്. പിന്നെ മാത്രമല്ല ഉണ്ണി, ഇതിപ്പോ എനിക്ക് ഒരു 15 ദിവസത്തേക്ക് മതി. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഇവിടെ കൊണ്ട് തരാം. ഉണ്ണിക്ക് ഇത് വേറെ വിലക്ക് കൊടുക്കാർക്കില്ല. ഇയാൾ എന്ത് ബഹുടൂർ ചൊറയാക്കാണ്ട് നടക്കൂല. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ആധാർ കാർഡ് ഉണ്ടോ? കളീമാ ഉണ്ടാ? നിന്റെ ഉണ്ടത്. പക്ഷേ എന്റെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ 2 എടുത്തിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ. ഞാൻ എന്റെ വൈഫിന്റെ, എന്റെ മോളുടെ ഒക്കെ എന്റെ പേരിലാണ് എടുത്തേക്കണം. അപ്പൊ ഇനി അത് കിട്ടൂല. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായി, നീ ഒരു പണിയായി, നിന്റെ ആധാറിൽ പുള്ളിക്കൊരെണ്ണം കൊടുക്കും. എന്റേതാ, എന്റെ ആധാർ കാർഡ് ഇവനെ കൊടുക്കാനാ? ഇറക്കുന്നതിന്റെ ആവശ്യം നിങ്ങൾ ചൊറയാക്കാൻ നിങ്ങൾ പോകുന്നുണ്ടായിരുന്നു. കേസ് വരും. കേസ് ഇവിടുത്തെ നിയമമൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ കുറച്ച് ചില്ലറ എറിഞ്ഞാൽ തീരാവുന്ന കേസും കാര്യങ്ങളും. ഇവിടുത്തെ നിയമമൊന്നും പഠിപ്പിക്കില്ല ഉണ്ണി. ഇതിനേക്കാൾ വലിയ നിയമമുള്ള നാട്ടിലാണ് ഞാൻ. നീ എന്ത് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടത്? നിന്റെ അടുത്ത കൂട്ടുകാരനാണ് ഇപ്പൊ അങ്ങ് റെഡിയാക്കി തരും. ഉണ്ണി, ഈ ഹിന്ദിക്കാരുടെ വല്ലതും ഇരിപ്പുണ്ട ആധാർ? എന്റെ കാര്യം, ഞങ്ങളുടെ കച്ചവടം മര്യാദക്ക് എന്നെ വിഷമിപ്പിക്കല്ല, എനിക്ക് ചൊറയാക്കല്ല. കേസ് വരും. വേണ്ട വേണ്ട, തന്നെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ ഇന്റർനാഷണൽ നമ്പർ ഉണ്ട്, ഞാൻ അതിൽ വിളിച്ചോളാം. ഇച്ചിരി കാശ് കൂടുതലാണ്. ഇയാളെന്ന് ഇങ്ങോട്ടോ എന്റെ പേര കളഞ്ഞിട്ട് നീ പിന്നെ എന്തിനാണ് എന്റെ പേര്? നീ ആ സാധനം കൊണ്ടാ? ആധാറുണ്ട് എന്റെ അടുത്ത്. എന്റെ അടുത്ത് നീ സാധനം കൊണ്ട? ഇത് ആധാറില്ലെങ്കിൽ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്കെന്ത് കാര്യം? ഇത് നിനക്കെന്ത് കാര്യം? ഇത് എന്ത് പറഞ്ഞൊരു ഇത് വേണ്ടേ? പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ഞാനൊന്നും പറഞ്ഞില്ലേ. നിങ്ങളെന്താ പറയുന്നത്? ചേട്ടാ, ഫോണിന്റെ ഡിസ്പ്ലേ മാറും. പിന്നെ ചെറുതായിട്ട് ഡിസ്പ്ലേ ഒന്ന് പൊട്ടിയപ്പോ എറിഞ്ഞതാ. അല്ല, എന്തായിക്കോട്ടെ, ഇതെന്തിന് കയ്യിൽ വെച്ച് കിടക്കുന്നത്? ഇത് ഇത്ര പോലെ പൊട്ടിയില്ലേ, ബാക്കി അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്ക്. ഒരു കാര്യമില്ല. പുതിയ ഫോൺ തരാം, ചെറിയ പൈസ, വലിയ പൈസയില്ല. ഒരു 5 ഉറുപ്പ്യക്ക് ഞാൻ തരാം. 5 രൂപ? 5 ഉറുപ്പ്യക്ക് 2 എടുത്തോ. 2 എടുത്തോ. 5 എടുത്തോ. നിങ്ങൾ എന്നാ പറയുന്നത്? 5 ഉറുപ്പ്യ 5000 ഉറുപ്പ്യക്ക്. 5000 ഉറുപ്പ്യ കുറവ്. ഇത് 10 ഉറുപ്പ്യ. നിങ്ങൾ എന്നാ ഇങ്ങനെ? സിമ്മിനൊക്കെ വില കുറവാണല്ലേ, ഫോണിന് അതുപോലെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആ വന്നാൾ അനിയനാന്ന്. അല്ല, 25,000 ഉറുപ്പ്യയുടെ സാധനമാണ്. ആ നെല്ല ഇങ്ങനത്തെ ആള് വരുന്നത്. അതെ അതെ, ശിവരാമ എന്താ കാര്യം എന്നറിയോ?
ഇതിപ്പോൾ നിങ്ങൾ ഏത് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് തയ്യാറാക്കണം. എന്നിട്ട് അത് ബന്ധപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏത് ലോണാണ് എടുക്കണമെന്ന് വെച്ചാൽ അത് ബന്ധപ്പെട്ട ആളുകളായിട്ട് സമീപിച്ചിട്ടേ അത് ലോൺ പാസ്സാക്കണം ആദ്യം. ഞാൻ വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. ഞാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ അറിയാത്തതുകൊണ്ടാണ്. വന്നിട്ട് സംസാരിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ശരി. എന്നാ വയ്ക്ക്. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ്? ഞാനേ എൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഒരു മെസ്സേജ് വന്നിരുന്നു, ഈ പാൻ കാർഡിന്റെ എന്തോ ഡീറ്റെയിൽ ഇവിടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പേരെന്താണ്? മന്മഥൻ. മന്മഥൻ കാരക്കുഴിയിൽ മന്മഥൻ വലിയ വീട്ടിൽ. വലിയ വീട്ടിൽ. എന്നറിയാണ്. അതെ. നിങ്ങളുടെ അക്കൗണ്ട് നമ്മുടെ ഈ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലല്ലോ, എന്താ ചെയ്യാത്? അത് പാൻ കാർഡ് എടുത്തില്ല സാർ. അതെന്താ പോയി എടുത്താ വന്നാ പോരെ? അതല്ല, എനിക്ക് പാൻ കാർഡ് ഇല്ല. എടുത്തിട്ടില്ലേ? ഇല്ല. അത് കഷ്ടായില്ലോ. നിങ്ങളൊരു NRI ആയിട്ട് അതൊക്കെ ചെയ്യാത്ത മോശമല്ലേ? അല്ല, പാൻ കാർഡ് എടുക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോ ആധാർ വേണമെന്ന് പറയാണ്. ആധാറില്ലെങ്കിലും നിങ്ങൾ NRI ആയതുകൊണ്ട് വേറെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും. എടുക്കാം. ഞാനത് അറിഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എന്നോട് കുറെ രേഖകൾ വേണമെന്ന് പറഞ്ഞു. ഈ രേഖകളെല്ലാം ഞാൻ ഒപ്പിച്ച് വരുമ്പോഴേക്ക് എന്റെ ഈ 15 ദിവസത്തെ ലീവ് അങ്ങ് കഴിയും. അധികം ലീവ് കിട്ടൂല സാറേ. പുള്ളിക്ക് അവിടെ ചെന്നിട്ട് ഒരു 10-65 ഒട്ടകത്തിനെ കറക്കാനുള്ള ഫാമുണ്ട്. ഫാം എന്റെ അണ്ടറിലാണേ. എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഗൾഫിലാണ്. അപ്പം ഇങ്ങോട്ട് അധികം വരവില്ല. വൈഫിനെ ഇങ്ങോട്ട് സെറ്റിൽ ആക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വീട് ഞാൻ ഇവിടെ അഡ്വാൻസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. ശരി. അപ്പം അതിന് എനിക്കൊരു ഹൗസിംഗ് ലോൺ വേണം. ഇതിപ്പോ എത്ര ലക്ഷം വേണ്ടി വരുന്നത്? ഏകദേശം ഒരു 40 lakhs. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ലോൺ തരാതിരിക്കാന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ഹൗസിംഗ് ലോണാണ് അപേക്ഷിക്കാൻ പോണത് അല്ലേ? അപ്പൊ ഈ ഹൗസിംഗ് ലോൺ എടുത്തിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് മസ്റ്റാണ് ഈ ആധാർ കാർഡ്. ആധാറില്ലാണ്ട് ഒരു പരിപാടി നിങ്ങൾക്ക് നടക്കില്ല. സഹായിക്കാൻ പറ്റൂലേ? ഞാൻ എന്ത് സഹായിക്കണത്? വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ കരടച്ച രസീത് വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആധാർ വേണം. അല്ല സാറേ, നേരത്തെ 2 മന്മഥൻ വായിച്ചില്ലേ അക്കൗണ്ട് ഉള്ള? 2 മന്മഥൻ. അപ്പൊ മറ്റേ മന്മഥന്റെ പുള്ളിക്കൊന്നും കാരക്കുഴിയിൽ മന്മഥൻ. കാരക്കുഴിനൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ലേ സാർ വിചാരിച്ച? ആരായിട്ട് ലിങ്ക് ചെയ്തു? ഈ മന്മഥനായിട്ട്. എന്ത് വീട്ടിലാണ് പറയുന്നത്? അല്ല സാർ, ആൾക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല, ബാങ്കോട്ട് വലിയ പരിചയമില്ല. അത് ശരി. അപ്പൊ നിങ്ങളാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാള്, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആളായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന്റെ എന്തെങ്കിലും പേഴ്സണൽ സോഴ്സ് ഉപയോഗിച്ച് ഞാൻ സാറിനെ എന്തെങ്കിലും കണ്ടാല് അങ്ങനത്തെ അല്ല, കേസ് കെട്ട് വേറെയാണ്. അതല്ല പ്രശ്നം. മന്മഥന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷെ ആധാറില്ല. എന്റെ അടുത്താണെ ആധാറുണ്ട്, കയ്യിൽ 10 പൈസയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് തമ്മിലൊന്നും ലിങ്ക് ചെയ്യാൻ വല്ലതും. ഇയാൾ എന്താണ് ആവശ്യമില്ലാത്തടത്തൊക്കെ ലിങ്ക് ചെയ്യാൻ നടക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ആധാറൊക്കെ ശരിയാണ്, ഇതൊരു ബാങ്കാണ്. നിങ്ങൾ വീട്ടിലേതാ പറഞ്ഞു തരാം. സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പൊ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പാൻ കാർഡ് ആവശ്യമാണ്. ഒന്നാമത് നിങ്ങൾ NRI ആണ്. ഇപ്പൊ ഒരു 50,000 രൂപയുടെ മേലെ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് മസ്റ്റാണ്. കഷ്ടമുണ്ട് കേട്ടോ സാർ. ഞങ്ങളെ പോലുള്ള കഷ്ടപ്പെട്ട് ഞങ്ങളെ കയ്യിരിക്കണ കാശ് കൊണ്ട് നീ ബാങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ ഓരോ വർഷം ഓരോ നിയമം. ആദ്യം പറഞ്ഞ് തിരിച്ചറിയൽ കാർഡ് വേണമെന്ന്, പിന്നെ ഇപ്പൊ പാൻ കാർഡായി, ഇനിയിപ്പോ ആധാറായി. ഇത് എന്തൊക്കെയാണ് സാർ? എന്ത് റൂൾസ് ആണ് നിങ്ങളുടെ നാട്ടിൽ? കേൾക്ക്, നോക്ക്, നിങ്ങൾ ഇവിടുത്തെ അക്കൗണ്ട് ഹോൾഡർ ആയതുകൊണ്ടാണ് ഇത്ര നേരം മാന്യമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ കറക്റ്റ് 3 വർഷത്തെ റിട്ടേൺസിലാണ് കൊടുത്ത ഒരു ബാങ്ക്. സാർ എന്ത് റിട്ടേൺസ് ആണ് പറയുന്നത് സാർ? ഞാൻ അതെ ഇപ്പൊ എനിക്ക് ഒന്നും വേണ്ട, ലോണും വേണ്ട, ഒരു കുന്തവും വേണ്ട. വിഷമുണ്ട് സാറേ, വിഷമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് നിങ്ങളെ ബാങ്കിൽ ഇട്ടിട്ട് കാര്യം എടുക്കാൻ പറ്റില്ല. എനിക്ക് പരിചയമുണ്ടോ? നിന്റെ പരിചയം മതി, നീ എടുത്തിടത്തോളം മതി. ഒന്നും എടുത്തേണ്ട, കൈവിട്. ഏതാണ് ഈ കരുതല്? നേരെ വെളുക്കുമ്പോൾ തന്നെ മനുഷ്യർ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി കയറി വരികയാണ്. ആധാറും ഇല്ല, അവന് പാൻ കാർഡും ഇല്ല, NRI ആണ്. എന്നിട്ട് അവന് 40 ലക്ഷം ലോൺ കൊടുക്കാം. അവൻ്റെ അമ്മായച്ചനാണ് ഞാൻ 40 ലക്ഷം ലോൺ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോഴെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തുപ്പല് തൊട്ടിട്ടാണ്. ഹെൽപ്പ് ചെയ്യണോ? അല്ലെ ഈ നോട്ടുണ്ടെന്ന മെഷീൻ ഒന്നും വന്നിട്ടില്ല അല്ലേ ഇവിടെ? ഈ മെഷീനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നേരിട്ട് അങ്ങോട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു സമാധാനം. ഇപ്പൊ അത് എണ്ണിയത് കറക്റ്റ് ആണോ? കറക്റ്റ്. അല്ല, എന്താ വന്ന് ഞങ്ങക്ക് പുതിയൊരു ഗ്യാസ് കണക്ഷൻ വേണം. അപ്പൊ പഴയ കണക്ഷനോ?
പഴയ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞങ്ങളുടെ അമ്മച്ചിയുടെ പേരിലായിരുന്നു. അപ്പൊ അമ്മച്ചി മരിച്ചു പോയ പിന്നെ കാർഡൊക്കെ എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ അതെല്ലാം പോയി. അല്ല അപ്പൊ ഗ്യാസ് ഇല്ലാണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്? അയ്യോ ഞങ്ങൾ ഇവിടെ അല്ല, ദുബായിലാണ്. രണ്ടുപേരും ദുബായിലാണ് താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് അധികം വരാറില്ല. ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് നാൾ ഇവിടെ നിന്ന് തങ്ങണമെന്നുണ്ട്. അപ്പൊ പുതിയ കണക്ഷൻ എടുക്കണം സാർ. അങ്ങനെയാണെങ്കിലേ ഇത് പുതിയ കമ്പനിയുടെ സ്റ്റഫാണ്. 2 ബർണർ നല്ല ഇതാണ്. വിലയും അധികമൊന്നുമില്ല, 3500 രൂപ വില ഉള്ളൂ. ചേട്ടാ, അതായത് ഞങ്ങൾക്കിപ്പോ സ്റ്റൗ വേണ്ട, ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ മാത്രം മതി. കാരണം മാത്രമല്ല ഇതിന്റെ വലുത് 4 ബർണറുള്ള ഞങ്ങളുടെ ഫുള്ളി ഓട്ടോമാറ്റിക് സാധനം റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുണ്ട്. ഇത് നമുക്ക് പേടിയാ പൊട്ടിത്തെറിക്കും. ഇതിങ്ങനെ കിടിക്കുന്ന അടിക്കുന്ന സാധനമാണ്. അയ്യോ അത് വേണ്ട. അതിവിടെ അടിക്കണ സാറേ ഇങ്ങനെ നിൽക്കും ഇതിന്റെ അടുത്ത് പിള്ളേര് പടക്കം വെക്കില്ലേ ദീപാവലിക്ക്. ഗ്യാസ് മാത്രം മതി, സ്റ്റവ് വേണ്ട. സ്റ്റവ് വേണ്ട. അല്ല അതിന് അങ്ങനെയാണെങ്കിലും കുറെ ബുദ്ധിമുട്ടുകളുണ്ടതില്ലേ. ഇപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റവ് എടുക്കണം. ഇവിടുന്ന് തന്നെ സ്റ്റവ് എടുക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് കഴിയും. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ അത് ഇങ്ങോട്ട് കൊണ്ടുപോരുക. ഞങ്ങൾക്ക് ഈ സ്റ്റവ് നിങ്ങൾ തരിക, പക്ഷെ പിന്നെ ഞങ്ങൾക്ക് അത് വേണ്ട. അല്ല സാറേ, ഇപ്പൊ ഗ്യാസ് കാശ് മുഴുവൻ തന്നിട്ട് ഗ്യാസിന്റെ കൂടെ സ്റ്റവ് നിങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് പിറ്റേ ദിവസം ആ സ്റ്റവ് ഞങ്ങൾക്ക് തരും. എന്നിട്ട് ഞങ്ങൾ അത് വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുത്താൽ കാശ് ഞങ്ങൾക്ക് എടുക്കാം. അതെ. സാറിന് ചായ വെള്ളം എന്തെങ്കിലും പറയട്ടെ? ഒരു മിനിറ്റ്. ഹലോ, മുണ്ടന്തുരുത്തുന്ന പറയൂ മേഡം. അപ്പൊ ഈ ടിവിയും പത്രമൊന്നും കാണാറില്ലേ? സമരമാണ്. ഗ്യാസ് എത്തിയിട്ടില്ല. അതെ, നോക്കൂ, ഇവിടെ ഗ്യാസ് എത്തിക്കഴിഞ്ഞാൽ ഒരു താമസവും ഇല്ല, ഉടനെ തന്നെ അവിടെ എത്തും. ശരി, എത്തിക്കാം. സുമേഷ് ഏട്ടാ, എന്തോ ഒന്നിട്ട് വന്നേ. അവൻ വിളിച്ചായിരുന്നു. മുണ്ടന്തുരുത്തേക്ക് എന്താ ലോഡ് പോവാഞ്ഞേ? മുണ്ടന്തുരുത്തിലേക്കാ ലോഡ് പോവാനോ? സാറ് ആ വഴി പോകുന്ന ആരുടെ കൊച്ചിന് സുഖമില്ലാതെ കിടക്കാൻ. ഒരു കാര്യം ചെയ്യും, സുമേഷ് ഏട്ടൻ അങ്ങോട്ട് ലോഡ് കൊണ്ടുപോ. ഞാനാ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലോഡ് വന്നിട്ട് ഇറക്കാൻ വേണ്ടി പോയിട്ടേ ഒരെണ്ണം തണ്ടലിനോടിഞ്ഞിരിക്കണം. ദേ ഇപ്പൊ കണ്ണും കാണാൻ മേല. എന്നിട്ട് ഇപ്പൊ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? അല്ല, അപ്പൊ ഇതിന് ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് കുഴപ്പം? ചെറിയൊരു ഒരു ഹോള് ഇത് അറിഞ്ഞിട്ടുണ്ട്. അവൻ നോക്കിക്കൊണ്ടിരിക്കണേ. ചെറിയ ഹോള് കണ്ടുപിടിക്കും. കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്. അത് ചെറുതായിട്ടൊക്കെ നോക്കാം. ചെല്ല്. അല്ലേ, നിങ്ങള് ഈ പ്രായമുള്ള മനുഷ്യരെ കൊണ്ടാണ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ തൂക്കണേ? അതൊക്കെ ആളില്ലാത്ത സമയത്ത് ഞാൻ പൊക്കളാന്ന് നിർബന്ധിച്ചു പോണ. അയാളുടെ ഗ്യാസ് പോകും കേട്ടാ. അല്ല, അത് വേറെ ഒന്നല്ല. ഇനിയിപ്പോ മുണ്ടന്തുരുത്ത് നിന്ന് ഇങ്ങനെ വിളി വന്നോണ്ടിരിക്കും, ഗ്യാസ് വന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ഇനി ഒരു ശല്യമില്ല. പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ ഞങ്ങക്ക് പോകുമ്പോ ഗ്യാസ് കൊണ്ടുപോകണം. അത് കൊണ്ടുപോയിട്ട് വേണം ഞങ്ങക്ക് രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ. ചായ വന്നിട്ട് അവിടെ നിന്ന് വിടുകയെന്ന് പറയുന്നത്. അല്ല, നിങ്ങള് കുറെ കാലമായിട്ട് ഇവിടെ ഇല്ലാത്തോണ്ട് നിയമമൊന്നും അറിയില്ല തോന്നുന്നു. നിയമം എന്നൊക്കെ പറഞ്ഞ നിയമമൊക്കെ നമുക്ക് അറിയാം. അല്ല, അത് നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കാം. ഇത് ഫില്ല് ചെയ്യാം. പിന്നെ 3 ഫോട്ടോ വേണം. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അതിന്റെ തെളിവുകൾ വേണം. പിന്നെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് എന്താ കേട്ടിട്ടില്ലേ? ആധാർ കാർഡ് എന്തിനാ ഗ്യാസിന്? ഗ്യാസിന് ആധാർ കാർഡ് വേണം. അല്ല, അതിപ്പം ID കാർഡ്, അവിടുത്തെ ID കാർഡ് തരാം. എവിടത്തെ? ഗൾഫിലെ എന്റെ എമിറേറ്റ്സ് ID ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതിൽ ഏത് വേണേലും തരാം. എന്താ സാറേ പറയുന്നത്? ഗൾഫിലത്തെ ഐഡന്റിറ്റി കാർഡ് മതിയോ കേരളത്തിലെ ഗ്യാസ് എടുക്കാൻ? ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ. എവിടെ ചെന്നാലും ഒരു മുടിഞ്ഞ ആധാർ. എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് റെഡിയാക്കി വന്നാൽ അതിന്റെ പിറ്റേ ദിവസം ഗ്യാസ് റെഡി. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മരിച്ച് നമ്മള് ചെറിയലോട്ട് എടുക്കുമ്പോ അപ്പോഴും ചോദിക്കും ആധാർ കാർഡ്? ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ അതും വേണ്ടി വരും. അപ്പൊ ഇനിയിപ്പോ ആധാറില്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ എടുക്കേണ്ട, അല്ലാതെ പിന്നെ എന്താണ്? അതെ, അക്ഷയ പോയാൽ മതി, ഉടനെ കിട്ടും. ഞങ്ങൾക്കറിയാം. മറിമായം. ഒന്ന് എടുത്തേട്ടെ, കൈയെടുത്തേ. ഇനി ഒന്ന് വെച്ചേ. ഇത് ശരിയാവണില്ലെന്നേ. എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ സാർ, ഇത് എത്ര നേരമെന്നറിയ ഇതിനകത്തിട്ട് കൈ ചേട്ടൻ എടുത്തോട്ടെ, അത് നടക്കൂല. സെർവർ ഡൗണാ. അത് ഉച്ചയ്ക്ക് ശേഷം പോരി. എന്താ നിങ്ങൾ പറയുന്നത്? എത്ര ദിവസമായി ഞാൻ ഈ കയറി ഇറങ്ങുന്നത്? അതെ, എന്നും കേടൊന്നില്ല. എന്നാലും സാറേ, മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച അല്ല, അന്ന് കേടേ.
നമ്മുടെ കുഴപ്പമില്ലല്ലോ. ഇന്നൊന്നും ശരിയാവുന്ന എനിക്കൊന്നില്ല. എത്ര ദിവസമായി ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. എന്റെ ആധാർ ശരിയാവുന്നില്ല, കയ്യിലുള്ള പൈസയും പോയി. പൈസ കൊടുത്തി നിങ്ങൾ ഇവിടെ? ആ, നിങ്ങളടുത്ത് പൈസ തന്നിനി? പൈസ തന്നി നിങ്ങളടുത്ത്? പൈസ നിങ്ങളടുത്ത് പൈസ തന്നിനി മൂപ്പര്? പൈസ തന്നില്ല. ചേട്ടാ അത് സർവീസ് ചാർജ് ആണ്. ഓ, 50 രൂപ സർവീസ് ചാർജ് കൊടുത്ത കാര്യം. ആധാറിന് പൈസ മേടിക്കാൻ പാടില്ല എന്ന നിയമം. ആധാറിന് പൈസ മേടിക്കണതല്ല, ഇത് പേപ്പറിന്റെ ലാമിനേറ്റ് ചെയ്യണ സർവീസ് ചാർജ്. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോണതല്ല. പേപ്പർ സർക്കാർ തരുന്നില്ലേന്ന്. അല്ല, അത് ചെറിയൊരു സർവീസ് ചാർജ് എല്ലായിടത്തും ഈടാക്കുന്നുണ്ട്. അതാണ് കേട്ടോ, അത് നിങ്ങൾക്ക് അറിയട്ടാ. ഞാൻ വിചാരിച്ചു മൂപ്പര് 2000 തന്നിരിക്കുന്നത്. എന്താ ശരി? അത് ഭാഗ്യാണ്, ശരിയായിട്ട്. പൊന്നെ കൈ വെച്ചോളൂ, കൈ വെച്ചോളൂ. അതാ പോയി. ഒരു കണക്കിന് ശരിയാക്കി വന്നതാണ്, കൈ വെച്ചോട് കൂടി പോയി. കൈ കെടുത്താലേ എന്റെ കൈയിന്റെ ആണ്. എനിക്കിന്ന് കിട്ടാന്ന് ഞാൻ പോകില്ല. എനിക്കിന്ന് ആധാർ ഇരുന്ന് കിട്ടണം. അപ്പൊ നിങ്ങളിത് കണ്ടില്ലേ? ഒന്നും പറയണ്ട, ആർക്ക് കിട്ടണം, ഇന്ന് കിട്ടിയിരിക്കണം. അതെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണിത്. വേറെ ഏതെങ്കിലും അക്ഷയയിൽ പോയിട്ട് കാര്യം നടത്തി, ഇത് കേടാണ്. ആ പൈസ കൊടുത്ത 50 രൂപ. പൈസ എന്റെ കയ്യിലില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു 50 രൂപ എടുക്കുക. എന്റെ അടുത്ത് 50 ഇല്ല, എന്റെ അടുത്ത് 20 രൂപ ഉള്ളൂ. എന്നാ ശ്യാമളൊരു 20, 10 ഞാൻ വിടാം. എന്റെ അടുത്തില്ല. ഇതെന്താ കട്ടിട്ട് പൈൻ്റ് പിടിക്കാൻ പോവാ? പുതിയ 50 രൂപ കണ്ടില്ലേ? ആദ്യമായിട്ട് ഇട്ടേക്കും. വേറെ ആരെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോയോ? ഓ, ആയിക്കോട്ടെ. ഇയാളിത് എന്തൊരു മനുഷ്യനാണ്. എന്തൊരു ദേഷ്യം മൂപ്പർക്കില്ലേ? മൂപ്പർ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ വീട്ടിലെ മൂപ്പർ സഹിക്കണ്ടാവോ? സത്യശീല സാറേ, ഒന്ന് വന്നേ. എന്തോ ഈ സാധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ. ആ കാര്യത്തിന്റെ ഇത് ഞാൻ കൊറേ ആയി കാണുന്നത് പറ്റില്ല. ഞാൻ വേറൊരു സെക്കൻഡ് സാധനം. സെക്കൻഡ് ഹാൻഡ് വേണ്ട. അതെ, ഇതിന്റെ പ്രായം അറിയാം നിങ്ങൾക്ക്? എന്റെ മൂത്ത മോളെ പ്രായമായി കമ്പ്യൂട്ടറിന്. എത്ര കാലം ഇത് വരുന്ന ആൾക്കാർ മുമ്പ് നമ്മളങ്ങനെ ചീത്തറിയാണ്. ഇത് ചീത്ത കേൾക്കാനായിട്ടൊരു ഇത് ജന്മം. ആൾക്കാരോട് സമാധാനം പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്ത്. നിർത്ത്. ഞാൻ ശരിയാക്കാൻ എപ്പോ ശരിയാക്കുന്നെ? അപ്പൊ സാറ് ശരിയായി. കൈ മെല്ലെടുത്തായി. മെല്ലടിക്ക്. പതുക്കെ എണീക്കോ. എനിക്കട്ടെ വളരെ ഇതോട്ടെ. ഞാൻ കീബോർഡിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. പതുക്കണിറ്റോ ഒരു എന്തെങ്കിലും പോന്ന്? അല്ല, ഇവിടെ ഈ ആധാർ കൊടുക്കുന്ന ആളാരാണ്? അങ്ങനെ ഒരാളൊന്നുമില്ല, ഞങ്ങൾ 4 മണിയും കൊടുക്കൂ. എന്നാ ആരെങ്കിലും 2 ആധാർ തരണം. 2 എണ്ണോ? ഞങ്ങൾക്ക് 2 പേർക്കും ആധാർ വേണം. ഇതെന്താ മീൻചാപ്പയാണിത്? ചോദിക്കുമ്പോഴത്തേലും ഇവിടെ കുന്നുകൂട്ടിട്ടല്ല അത്. മറിമായം.